ജനസംഘത്തിന്റെ കാലം മുതൽ തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള രണ്ട് മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും. അവിടെ നാം പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി പരാജയപ്പെടുന്നത് 89 വോട്ട്, 700 വോട്ട്, 1000 വോട്ട്, അങ്ങനെ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ CPM-ന്റെ വോട്ട് കൊണ്ടാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നത്. അത് നമ്മുടെ ഷാജി, മതമാണ് ഷാജിക്ക് അവിടെ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഈ ഷാജി മത്സരിക്കുകയാണെങ്കിൽ CPM-കാർ വോട്ടിടില്ല, അവിടെ BJP വിജയിക്കും, അതുകൊണ്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കും അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ വെക്കുകയോ. അതൊരു തുറന്നു പറച്ചിലാണോ? ഇത് തുറന്നു പറച്ചിലിനപ്പുറം ഇതൊരു സത്യമാണ്. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഈ മുന്നണികൾ തമ്മിൽ, പ്രത്യേകിച്ചും ഇടത് വലത് മുന്നണികൾ തമ്മിൽ നടത്തിക്കൊണ്ടിരുന്ന അവിശുദ്ധ ബന്ധം അവർക്ക് തന്നെ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വന്നത് കാലത്തിൻ്റെ ഒരു കളിയായിട്ട് നമ്മൾ കണ്ടാവും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ KG മാരാറിൻ്റെ കാലം മുതൽ തന്നെ KG മാരാർക്ക് പല അവസരങ്ങളിലും ജയിക്കുമെന്നുള്ള ഘട്ടത്തിൽ വന്നിരുന്ന ഏറ്റവും അവസാനം 89 വോട്ടിന് K. സുരേന്ദ്രൻ തോക്കുന്നവരെയുള്ള മഞ്ചേശ്വരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന വോട്ടിംഗ് പാറ്റേൺ, ഇത് മുമ്പും BJP ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ CPM അവിടെ വോട്ട് മറിക്കുന്നു, കോൺഗ്രസ് വോട്ട് മറിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ BJP ഉന്നയിച്ചതാണ്. പക്ഷേ അതിനെ ഈ കേവലമായ ഒരു ആരോപണമായി ഉന്നയിച്ച് പലരും കളയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ലീഗിൻ്റെ മുതിർന്ന നേതാവ് കല്ലട്ര മാഹിൻ ഹാജി, അദ്ദേഹം വളരെ ലീഗിനകത്ത് വളരെ ഒരു പതിഞ്ഞ രീതിയിൽ വർത്തമാനം പറയുകയും ആരോടും കയർക്കാനും മറ്റും പോകാത്ത ആ പ്രദേശത്ത് അറിയപ്പെടുന്ന നേതാവാണ് മാഹിൻ ഹാജി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ KM ഷാജിയുടെ വിരോധത്തിൻ്റെ പേരാണ് പറഞ്ഞെങ്കിൽ പോലും വായിൽ നിന്ന് വീണത് വലിയൊരു സത്യമാണ്. അപ്പോൾ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇതിൽ കൂടെ ചെയ്യുന്നത് എന്താ? സ്വന്തം അണികളെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, പാർട്ടിക്ക് ജയിക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ, ഇവരെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് ഈ ലീഗിന് വോട്ട് മറിക്കുന്നത്. ഇനി ലീഗിന് വോട്ട് മറിഞ്ഞ് ലീഗിന് ജയിപ്പിക്കാനുള്ള സ്നേഹമൊന്നും ആയിരിക്കില്ല, മിക്കവാറും പണം വാങ്ങിച്ചിട്ടായിരിക്കും, നല്ല തുക ലീഗിൽ നിന്ന് കൈപ്പറ്റിയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ പാർട്ടി വോട്ടുകൾ മറിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചെറിയ വോട്ടുകൾക്ക് ജയിച്ചു പോകുന്നത്. 150, 200, 89 വോട്ടുകൾ ജയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ വോട്ട് കച്ചവടം ഭംഗിയായി മഞ്ചേശ്വരത്ത് CPM നടത്തുന്നുള്ളതിൻ്റെ തെളിവാണ് മാഹിൻ ഹാജിയുടെ ഈ പറഞ്ഞ തുറന്നു പറച്ചിലുകൾ. ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായി. ഇത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് സീമയും പറഞ്ഞിട്ടുണ്ടല്ലോ വട്ടൂർക്കാവുമായി ബന്ധപ്പെട്ട്. അതെ, CPM നേതാവ്. തീർച്ചയായിട്ടും. പക്ഷേ ഈ നമ്മുടെ തിരുവനന്തപുരം പോലുള്ള തെക്കൻ സംസ്ഥാനം സംഭവിക്കുന്നതിനേക്കാളേറെ കുറേ കാലമായിട്ട് BJP ഫോക്കസ് ചെയ്യുന്നൊരു മണ്ഡലമാണല്ലോ മഞ്ചേശ്വരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് എങ്ങനെയെങ്കിലും ജയിച്ചു വരണം എന്നൊരാഗ്രഹം നിയമം ഈ അടുത്ത കാലത്താണ് വന്നത്. പക്ഷേ അതിന് എത്രയോ വർഷം മുമ്പ് തന്നെ മഞ്ചേശ്വരം ഇവരുടെ ഒരു പ്രഥമ പരിഗണനയിലുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു. എല്ലാ കാലത്തും 2ാം സ്ഥാനത്ത് വരുന്നത് BJP ആണ്. CPM വരാൻ കഴിയുന്നില്ല. CPM വരാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വോട്ട് കച്ചവടവും, അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ ജയിക്കണമെന്ന് താല്പര്യമില്ല. അവിടെ ലീഗ് തന്നെ ജയിച്ചോട്ടെ, ഈ BJP അവിടെ ഒരിക്കലും ജയിക്കരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വോട്ട് നിരന്തരമായി മറിച്ചുകൊണ്ട്. ഇത് മഞ്ചേശ്വരത്ത് മാത്രമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ധാരാളം മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ ഈ ഒത്തുകളി അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ അവിശുദ്ധ രാഷ്ട്രീയം, ഈ വോട്ട് കച്ചവടം CPM വ്യാപകമായി നടത്തുന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. ഇതൊരു സൂചനയായി വോട്ടർമാരും കണക്കാക്കണം. കാരണം നിങ്ങൾ പാർട്ടിക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്ന വോട്ട് അത് പാർട്ടിയുടെ പെട്ടിയിൽ വീഴുമ്പോൾ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ വോട്ട് ഇന്ന സ്ഥാനം ജയിക്കണ്ട എന്ന് കരുതിയിട്ട് വേറൊരാൾക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം CPM കളിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി എന്നാണ് പൊതുവിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഇതാണ് ഈ നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഒരു ത്രികോണ മത്സരമാണല്ലോ. ആര് ഇതുപോലെ കാല് വരുമോ അവരുടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരം തുറന്ന പറച്ചിലുകൾ BJPക്കാണ് കൂടുതൽ നേട്ടമാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ BJP ഫ്രണ്ട് ഫുട്ടിലാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കാൻ കഴിയില്ല. കാരണം ആര് പരാജയപ്പെടുമോ അവർ പിന്നോട്ട് പോകും. അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ആ നിലനിൽപ്പിന്റെ പ്രശ്നത്തിൽ മഞ്ചേശ്വരത്തായാലും കാസർഗോഡായാലും മുൻപ് കളിച്ച കളിക്കാൻ നിലവിൽ കഴിയുമോ? അല്ല, കഴിയില്ല. കാരണം ജനങ്ങളിപ്പോൾ അവബോധം ഉണ്ടായി. ജനങ്ങൾക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും ചേർന്ന് കേരളത്തിലെ ജനതയെ പറ്റിക്കുകയാണെന്നുള്ളത് ഒരു ഭാഗം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ 3 കക്ഷികളിൽ നിന്ന് മത്സരിക്കുന്ന
ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഈ ചതി തിരിച്ചറിയും. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തും മറ്റു പല സ്ഥലങ്ങളിലും BJP ജയിച്ചതിൽ കൂടെ കണ്ടത്. ഇത് വലിയൊരു ആവേശമായി. ഈ തുറന്ന പറച്ചിൽ നിന്നും ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് ജനങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ മനസ്സ് മാറ്റും. അങ്ങനെ മനസ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഈ തുറന്ന പറച്ചിലുകളെല്ലാം നേട്ടമായി വരുന്നത് സ്വാഭാവികമായിട്ടും BJPക്ക് തന്നെ ആയിരിക്കും, ഒരിക്കലും കോൺഗ്രസിനായിരിക്കില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇവർ തന്നെ BJPയുടെ വളർച്ചയ്ക്ക് ഇന്ധനം ഇട്ട് കൊടുക്കുകയാണ് ഇവർ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ KM ഷാജിയെ പ്രതിരോധിക്കലാണ് മാഹിൻ ഹാജി ലക്ഷ്യമിട്ടത്. അപ്പോൾ KM ഷാജി CPMന് അനഭിമതനാണ്, എന്നാൽ കോൺഗ്രസിന് വളരെ വേണ്ടപ്പെട്ടവനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മതമാണ് വലുത് എന്ന് പറയുന്ന ആളുകളെയാണ് കോൺഗ്രസ് പാർട്ടിക്കും VD സതീശനൊക്കെ വലിയ ഇഷ്ടം. അതായത് പ്രത്യേകിച്ചും മുസ്ലിം മതം. വേറെ ഏതെങ്കിലും മതത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായ സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായി സതീശൻ മാറിയ കാഴ്ചയാണല്ലോ. സതീശൻ പറയുന്നത്, അവസാന ഘട്ടത്തിൽ പോലും സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ പഴയ തീവ്രതയില്ല, അവർ ഈ ആശയത്തിൽ നിന്നും പിന്നോട്ട് പോയി. അതെ, കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞത് ഈ SDPI ജമാഅത്തെ ഇസ്ലാം മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് സതീശനോട് പറഞ്ഞെന്നു. അപ്പോൾ സതീശനോട് പറഞ്ഞിട്ടാണ് ഇവർ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന അജണ്ട ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വലിയൊരു വർഗീയ സംഘടനയെ, ഒരു തീവ്രവാദ സംഘടനയെ വെളുപ്പിക്കാനുള്ള സതീശൻ്റെ ശ്രമം കൂടുതൽ അപകടങ്ങളിലേക്കാണ് പോകുന്നത്. ഇതിനെക്കുറിച്ച് ഈ മാഹിൻ ഹാജിയുടെ തുറന്ന പറച്ചിലിനെ കുറിച്ച് ഒരു വാക്കുവരെ സതീശനോ CPM നേതാക്കളോ മിണ്ടിയില്ലല്ലോ. എന്താ കാര്യം? ഇവർക്കെല്ലാം അറിയാം. ഈ തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന വോട്ട് കച്ചവടം ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. കാരണം മൂന്നാമതൊരാൾ വരരുത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയോട് സംസാരിച്ചതുപോലെ ഇവർ രണ്ടുപേരും അളിയൻ മച്ചമ്പി കളിക്കുകയാണ്, ഇടതും വലുത്. നീ ഒരു 5 വർഷം ഭരിക്കും, നിന്നെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഇരിക്കാം, എന്നാലും നാട്ടുകാർ കാണിക്കേണ്ട അത്യാവശ്യം സമരങ്ങളിൽ ചില കോപ്പറങ്ങളൊക്കെ കാണിക്കും. അത് കഴിയുമ്പോൾ അടുത്ത 5 വർഷം നമ്മൾ നിങ്ങളും അതുപോലെ സഹകരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു അളിയൻ മച്ചമ്പി കളിയായിരുന്നു ഇത്രയും കാലം. ഇത് തിരിച്ചറിയാനുള്ള ശേഷി മലയാളികൾക്ക് ഉണ്ടായില്ല എന്നുള്ള വാസ്തവം. ശരിയാണ്, മലയാളികളെ വിഡ്ഢികളാക്കിയാണ് ഈ രണ്ട് മുന്നോട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു തിരിച്ചറിവ് ഈ BJPയുടെ ശക്തമായ ക്യാമ്പയിനിൽ കൂടി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെപ്പോലുള്ള ആളുകൾ വന്ന് തുറന്നു പറയുന്നതിൽ കൂടി ഇത്തരം സംഭവങ്ങൾ വെളിയിൽ വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവും, ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു ഇത്രയും കാലം. അപ്പോൾ അതുകൊണ്ട് ഇവ രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചറിവ് ഉണ്ടാകാൻ പോകുന്നത് ഈ ഇടതുവൈദ്യ മുന്നണിക്ക് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? വലിയ മുന്നേറ്റം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് BJP കേരളത്തിൽ നേടുന്ന വോട്ട് ഷെയർ അത് വളരെ ക്രമാനുഗതമായിട്ടാണ് വളർന്നു വരുന്നത്. ചെറിയ ശതമാനം തുടങ്ങി, പിന്നെ അത് 15%, 14%, അങ്ങ് 20%-ത്തിലെത്തുന്നു. 20 19 സംതിങ് 20 അടുപ്പിച്ചുള്ള വോട്ടിംഗ് ഷെയറിലാണ് ഇപ്പോൾ BJPയുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ 20 നിന്ന് ഒരു 15%-ത്തിലേക്ക് കുതിച്ചു ചാടാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 15% വോട്ട് സമാഹരിക്കാൻ BJP കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശ്രീ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയൊരു വിജയം BJPക്ക് ഉണ്ടാവും. അതിന് തർക്കമൊന്നുമില്ലാത്തതാണ്. അങ്ങനെ പറയുമ്പോഴേ ഈ 19-ൽ നിന്ന് 14-ലേക്ക് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് 19%. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 14-ആയി കൂപ്പുകുത്തുകയല്ലേ ചെയ്യും. അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ചാണെങ്കിൽ CPM പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇടതുപക്ഷം എനിക്ക് പ്രതീക്ഷിക്കേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരിക്കലും ഈ നമുക്ക് നിയമസഭയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് രണ്ടായിട്ട് തന്നെ കാണണം. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാന ഭരണം നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അടുത്ത 5 വർഷം ആര് ഭരിക്കണം? കാര്യം 10 വർഷം പിണറായി വിജയൻ ഭരിച്ച് മുടിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും ഈ പറഞ്ഞ പോലെ ശവിച്ച് കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാഗ്രഹിക്കുന്നത് എന്താണ്? ഇതുപോലൊരു ഭരണം ഇനി കേരളത്തിൽ ഉണ്ടാവേണ്ടതില്ല, ഒരു പുതിയൊരു ഭരണം വരട്ടെ, ഈ BJP പറയുന്ന പോലെ വികസിത കേരളം ഉണ്ടാവട്ടെ. അങ്ങനെയാണ് ജനം ചിന്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് ഒരു സ്പേസ് കേരളത്തിലുണ്ടാവും, ഒരു തർക്കം അക്കാര്യത്തിലില്ല. പക്ഷേ കേരള ജനത ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാഹിൻ ഹാജി സൂചിപ്പിച്ചത്. കാരണം നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു മിനിമം ജനങ്ങളോട് ഒരു കടപ്പാട് കാണിക്കണം. കാര്യം എൻ്റെ ചിഹ്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നത്തിന് വേണ്ടിയാണ് ഈ നാടുകൾ നടന്ന പ്രചരണവും ആളുകളോട് വോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇത് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഒരു വിഭാഗം പാർട്ടി നേതാക്കൾ പണം വാങ്ങിയോ അല്ലാതെയോ മറ്റു പാർട്ടിയെ ജയിപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമം നടന്നത് രാഷ്ട്രീയത്തിന് ഒരിക്കലും ഭൂഷണമല്ല. അതിനെ നമ്മൾ അളിഞ്ഞ രാഷ്ട്രീയം എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.